നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, നീ എന്താ വിചാരിച്ചത്? പ്രതാപൻ ഋതികയെ കാണാൻ വന്നത് സാരമില്ലാന്ന് വെച്ച് ഞാൻ ക്ഷമിക്കുന്നു. ഋതിക നെഞ്ചു പൊട്ടി കരയുന്നത് നിനക്ക് കാണണ്ടേ? കാണണം. എങ്കിലേ കണ്ണു തുറന്നിരുന്നോ നീ. ശരി, എങ്കിൽ ഞാൻ വരട്ടെ. സർ, മകളുമായുള്ള സാറിന്റെ പിണക്കം സാറിനോട് വിരോധമുള്ളവർ പറഞ്ഞു പരത്തിയതാണെന്നും സർ മകളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടെന്നും വ്ലോഗർ അരുൺ നാരായണൻ പറഞ്ഞത് സത്യമായിരുന്നോ സർ? ഇത് എത്രാമത്തെ തവണയാണ് സർ സാറിന്റെ മകളെ കാണാൻ ഇവിടെ എത്തുന്നത്? മകളെയും മരുമകനെയും ഇന്ന് തന്നെ വർമ്മ സാറിന്റെ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകുമോ? ഇലക്ഷൻ മുന്നിൽ കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മകളുമായി പ്രശ്നമൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ വർമ്മ സാർ നടത്തുന്ന നാടകമാണിതെന്നൊരു വാദമുണ്ട്. അതിനെക്കുറിച്ച് സർ എന്ത് പറയുന്നു? നിങ്ങൾ എല്ലാവരോടും പിന്നെ ഈ അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്നവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ. ഇത് എന്റെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. എന്റെ വ്യക്തി ജീവിതം രാഷ്ട്രീയ ജീവിതവുമായി ഏറെ ബന്ധപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ എന്റെ കുടുംബകാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് തന്നെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സോ പ്ലീസ് ഒന്ന് മാറി. സാർ പറഞ്ഞില്ലേ, പ്ലീസ് മാറങ്ങോട്ട്. അച്ഛൻ വന്നതിന്റെ സന്തോഷം ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? ഇനി എന്നാണ് വർമ്മ സാർ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞായിരുന്നോ? അച്ഛൻ പറഞ്ഞ അതേ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ എനിക്കും. ഇതൊക്കെ ഞങ്ങളുടെ ചെറിയ ജീവിതത്തിലെ വളരെ പേഴ്സണലായ നിമിഷങ്ങളാ. ജനങ്ങളോട് ഇതൊക്കെ പങ്കുവെക്കാനുള്ള മടി കൊണ്ടൊന്നുമല്ല. മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ മെനക്കെടുന്ന സമയം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കണ്ടെത്താനാവും. നിങ്ങൾ ദയവ് ചെയ്ത് വർമ്മ സാറിന്റെ പേഴ്സണൽ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതവും തമ്മിൽ ബന്ധപ്പെടുത്തി കഥകൾ മെനഞ്ഞ് അദ്ദേഹത്തെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന കുറച്ച് മനുഷ്യരെ ആശയക്കുഴപ്പത്തിലാക്കരുത്. മകള് വീട്ടിലേക്കൊന്ന് വരാൻ ക്ഷണിച്ചു, അച്ഛൻ മകളെ കാണാൻ വന്നു. എല്ലാ കുടുംബങ്ങളിലും നടക്കാറുള്ള വളരെ ചെറിയൊരു കാര്യം, പക്ഷേ വലിയ സന്തോഷം. അത്രേ ഉള്ളൂ. മാഡം വരൂ. ഭാര്യ എപ്പോഴും മാഡം എന്നാണോ അഭിസംബോധന ചെയ്യുന്നത്? വിളിച്ച് ശീലിച്ചത് അങ്ങനെയാണ്. ശീലങ്ങള് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ട കാര്യം വരുന്നില്ലല്ലോ. ദയവേത് ഇനി ഇതും ഒരു വാർത്തയാക്കരുത്. വരും മേഡം. രാജു, വേറെന്തെങ്കിലും പറയാനുണ്ടോ? രാജു. ഹലോ, പറ രമേ. അംബികമ്മയുടെ എവിടെയാ? ഇവിടെ നടക്കുന്ന വല്ല അറിയുന്നുണ്ടോ? ഞാൻ ന്യൂസ് കണ്ടിരുന്നു രമ്യേ. എന്താ മേഡം ഇത്? ഞാൻ ഇവിടെ സദാസമയം എന്താ കിട്ടുന്നതെന്ന് നോക്കി രാജുവിന്റെ വീടിന്റെ പരിസരത്താ. വർമ്മ സാർ ഇവിടെ വന്നതും സ്നേഹബന്ധം പുതുക്കിയതും ഒക്കെ അംബിക മേഡത്തിന്റെ പിടിപ്പുകേടാ. അംബിക മേഡം എന്താ ഇങ്ങനെ തീരെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നേ? എന്റെ പൊന്നി രമ്യേ, ഒന്ന് ക്ഷമിക്കേ. ഞാനും ദീപക്കും ഒരു ഫംഗ്ഷനിലായിരുന്നു. നിങ്ങള് ഫംഗ്ഷനും കൂടി നടന്നോ? നാളെ അച്ഛനും മകളും ഒന്നായി രാജുവിനെ വർമ്മ സാറ് മരുമകനായി അംഗീകരിക്കുന്ന ദിവസം വരുമ്പോഴേ നിങ്ങൾ പഠിക്കും. മോളെ രമ്യേ, നീ കണ്ടോ പ്രതാപൻ അവിടേക്ക് വന്നത്? ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും ആ പണിക്ക് മറുപണി കൊടുക്കാനുള്ള ഗഡ്സും ഈ അംബികയ്ക്കുണ്ട്. അല്ല, നീ എന്താ വിചാരിച്ചത്? പ്രതാപൻ ഋതികയെ കാണാൻ വന്നത് സാരമില്ലാന്ന് വെച്ച് ഞാൻ ക്ഷമിക്കുന്നു. ഋതിക നെഞ്ചു പൊട്ടി കരയുന്നത് നിനക്ക് കാണണ്ടേ? കാണണം. എങ്കിലേ കണ്ണു തുറന്നിരുന്നോ നീ. അവൾക്കുള്ള അടുത്ത കെണി ഞാൻ ഒരുക്കി കഴിഞ്ഞു.
ലതിക മാഡം ജ്യൂസ് ഇവിടെ വെച്ചിട്ടുണ്ടേ. അവിടെ വെച്ചേക്ക് രാജു, ദാ വരുന്നു. ആ മാഡം എന്തു പറ്റി മാഡം? ഓ, ഇത് കുക്കിങ്ങിനിടയ്ക്ക് പൊള്ളിയതല്ലേ? തേൻ പുരട്ടിയിട്ടും പൊള്ളൽ അറിയില്ലല്ലോ. ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇത് വിരിക്കാനെടുത്തപ്പോ അതൊക്കെ ഞാൻ ചെയ്തേനല്ലോ. വെറുതെ മാഡം തന്നെ ഇതൊക്കെ ചെയ്യാൻ പോയേ. ഇവിടെ എവിടെയോ ഓയിൻമെന്റ് ഉണ്ടായിരുന്നല്ലോ. മാഡം ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ പോരാ. മാഡം കൈ കാണിച്ചേ. മാഡം, ലതിക മാഡം, ലതിക മാഡം, മാഡം ജ്യൂസ് അവിടെ ഇരിക്കുക. ഉറക്കം നടിക്കാണെന്ന് എനിക്കറിയാം രാജു. എന്റെ പ്രണയം ഞാൻ തുറന്നു പറഞ്ഞപ്പോഴും ഓരോ തവണ എന്നിൽ നിന്ന് നീ അകലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴും കാലം നമ്മളെ കൂടുതൽ അടുപ്പിക്കുകയാണെന്ന് നീ എന്താ മനസ്സിലാക്കാത്ത? നീ അംഗീകരിക്കുന്നില്ലെങ്കിലും എല്ലാവരുടെ മുന്നിൽ ഞാനെന്ന് നിന്റെ ഭാര്യയെ അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ലവ് യു രാജു. ലൈറ്റ് ഓഫ് ചെയ്യുന്നില്ല മാഡം? ഓഫ് ചെയ്യാൻ പോവാ. അതെ സർ. ഓക്കെ, ശരി സർ. ഓക്കെ സർ. യാമിനി, യാമിനി. എന്താ ചെയ്യരേട്ടാ? എനിക്ക് എത്ര കോളാ വന്നെന്നറിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.